നമ്മളിന്ന് ചെയ്യുന്നത് ലുബാൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ ലോഗോ ആൻഡ് ബ്രാൻഡിംഗ് ആണ്. ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ സർവീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്വാറികൾ, മൈനിങ്, വലിയ വലിയ പാറകളൊക്കെ മൈനിങ് ചെയ്യുക, ക്വാറികൾ ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ വർക്കുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യുന്നൊരു സ്ഥാപനമാണിത്. നമ്മുടെ കസ്റ്റമർക്ക് കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നു ലോഗോ എങ്ങനെ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. അവർ നമുക്ക് തന്ന റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെയാണ് അവർക്ക് ലോഗോ വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ ലുബാൻ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. ഈ വൃക്ഷം ആയുർവേദ മരുന്നുകൾക്കും അതേപോലെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുള്ളൊരു മരുന്നാണ്. ആൻറ്റിബയോട്ടിക് ആയിട്ടും ഇതിൻ്റെ ലീഫുകളും വേരുകളും അങ്ങനെ പല ഉപയോഗങ്ങളുള്ളൊരു വൃക്ഷമാണിത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ബേസ് ആയിട്ടാണ്. ഈ ഒരു വൃക്ഷത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളും, ഇലയുടെ ഷേപ്പും അതേപോലെ ആ വൃക്ഷത്തിൻ്റെ ശാഖകളുടെ ഓരോ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലോഗോ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ആ ശാഖയുടെ ഒരു ഷേപ്പും നമ്മളൊരു ഇന്നർ മീനിങ്സും വാല്യൂസും ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് അതും കസ്റ്റമറുടെ റിക്വയർമെൻ്റ് ആണോ, ഒരു റൗണ്ടിനുള്ളിൽ വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റൗണ്ടിനുള്ളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വൃക്ഷം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലോഗോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വിസിബിൾ ആകും, പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ലോഗോ വിസിബിൾ ആയിരിക്കും. ഈ വൃക്ഷം അഥവാ ചെടിയൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഈ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ബേസ്ഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു കളർ കോംബോ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്തിട്ടാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. ഉണ്ടാവും ഓരോ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രസൻറ്റേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോണ്ടുകളാണെങ്കിലും അതിൻ്റെ ഐക്കൺസും ലോഗോസും അതേപോലെ അതിൻ്റെ പാലറ്റുകളും ഡിസൈൻ സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ ഈ